അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്കുള്ള പരിപാടികളാട്ടോ. ഇന്ന് രാവിലെ തന്നെ പാവയ്ക്ക കിട്ടിയിരിക്കണ്. അത് വെച്ച് ഒരു തോരനും പിന്നെ കിഴങ്ങ് കൊണ്ടൊരു ഫ്രൈയും ഒക്കെയാണ്. അപ്പം ഈ പാവയ്ക്ക വെക്കണത് എങ്ങനെയാണെന്ന് ഇപ്പം കാണിച്ചു തരുന്നത് കേട്ടോ. ആദ്യമൊന്നും ഞാനിങ്ങനെ വെച്ചില്ല. നമ്മൾ സാധാ മറ്റേതൊക്കെ വെക്കണ തോരൻ വെക്കണ പോലെയാണ് വെച്ചിരുന്നത്. ഞാനിതൊരു വീഡിയോയിൽ കണ്ട് ഇങ്ങനെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഇപ്പം ഇങ്ങനെ വെക്കല് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കയ്പ്പൊന്നും അറിയില്ല കേട്ടോ. അതിന് ഞാനൊരു തക്കാളി എടുത്തിക്കണം. ആ തക്കാളിൻ്റെ ഉള്ളത്തെ കുരുകളൊക്കെ കളഞ്ഞ് തോട് ഭാഗം മാത്രം കേട്ടോ. പിന്നെ കുറച്ച് വലിയ ഉള്ളി, കുറച്ച് പച്ചമുളക്, തേങ്ങ, ഇതൊക്കെയാണ് ഇപ്പം ഇതിന് വേണ്ടത്. അപ്പം അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്കിത് ഒന്നിലിട്ട് ഈ പാവയ്ക്കനെ ഞാൻ നല്ലോണം കഴുകി വെച്ചതാട്ടത്. വെള്ളമൊക്കെ ഊറ്റി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ വെച്ച ഈ തക്കാളിയും വല്യുള്ളിയും പിന്നെ പച്ചമുളകും ഇതെല്ലാം കൂടിയും കൂട്ടി കുഴക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടുങ്ങാണ്ട് കേട്ടോ. ഇത് നല്ലോണം കൂട്ടി നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് നമ്മളിത് ഒന്നിച്ചാണ് വേവിച്ചത് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ ഇട്ടു ഉപ്പും കൂടി ഇട്ടുങ്ങാണ്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതേപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാവയ്ക്കക്ക് കയ്പ്പൊന്നും അറിയില്ല. ഏത് കൂട്ടാത്തവരും കൂട്ടിട്ടോ നല്ല രസമുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലായിടത്തും മഴ തന്നെയാണല്ലേ. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചു. ഇനി നമുക്കിത് വേവിച്ച എല്ലായിടത്തും എത്തണം. കുഴച്ചിട്ട് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മിക്സ് എല്ലാം ഒരേപോലെ ആയി വെച്ചിട്ട് നമുക്കിത് സാധാ തോരൻ വെക്കണ പോലെ ചട്ടി അടുപ്പത്ത് വെക്കുക. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിൽ എണ്ണ ചൂടായി അതിൽ കടുകും അതിൻ്റെ ഒപ്പം 2 ചെറിയ ജീരകം ഇട്ടിക്കണം. ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ ചോയ ചിലപ്പോൾ ഒരു ഇത് എന്നാലൊരു 2 മണി ഇട്ടിക്കണ്. അങ്ങനെ കടുകും ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ടിക്കണ്. പിന്നെ നമുക്ക് അതിലേക്ക് ഇച്ചിരി പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടുങ്ങാണ്ട് നമ്മൾ ഈ കൂട്ടിക്കുഴച്ച് വെച്ച പാവയ്ക്കനെ ഇനി നമുക്ക് അതിക്കാണ് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഞാനിങ്ങനെ പറയാമെന്നല്ലാതെ അവിടേക്ക് ആരും നോക്കണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചാട്ടോ. പിന്നെ ഇന്ന് മീൻകറിയാണ്. മീൻകറി വെക്കണം. മീൻകറി ഒന്നും വെക്കണമെന്നും കാണിച്ചു തരുന്നില്ല. മീൻ എന്നും വെക്കുമ്പോൾ തന്നെ തേങ്ങയൊക്കെ അരച്ചാണ്ട് വെക്കണത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ അടച്ച് വെച്ച് ആവി കടന്ന് വേവട്ടെ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. അങ്ങനെ എണ്ണയിൽ പതുക്കെ വെന്താൽ മതി. ചെറിയ തീയിലാണ് അങ്ങനെ വെച്ച് അങ്ങനെ വേവിച്ച് കണ്ടോ. നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ട് ചെയ്തത് തന്നെയാണ്. പക്ഷേ എങ്കിൽ ആ വീഡിയോ കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യൽ. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ കേട്ടോ. പാവയ്ക്ക കിട്ടിയാൽ പിന്നെ ഇങ്ങനെ തന്നെ വെക്കൽ. പിന്നെ അത് കഴിഞ്ഞ് ഈ അടുപ്പത്തുണ്ട് കറിക്ക് അരവൊക്കെ തീമ വെച്ചുകണ്. ഇനി അത് തിളക്കുമ്പോൾ വേണം അതിക്ക് മീനിടാൻ. പിന്നെ രാവിലെ കണ്ടോ ഇങ്ങനെയാണ്. ഇന്ന് മഴ മൂടിങ്ങോണ്ട് നിൽക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിത് ഇതാക്കി കുറച്ച് അകത്തെ ഇറങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വീണ്ടും മഴ പെയ്തു കേട്ടോ. നല്ല മഴ തന്നെയാണ്. ഇവിടെ നേരെ മുന്നേ ഇവിടെ തന്നെയാണ് ജംഗ്ഷനാണിതേ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് നിന്നുങ്ങാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്താലൊക്കെ ആ ജംഗ്ഷനിലില്ലോലൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ സൈഡ് ഭാഗത്ത് നിന്നുങ്ങാണ്ടാട്ടോ എടുക്കൽ. അപ്പം അങ്ങനെ നമ്മൾ അടുക്കളയിലില്ല എല്ലാം ഒതുങ്ങി. ഇനി നമുക്ക് തൂക്കാനും തുടക്കാനും ഒക്കെ ഉണ്ട്. തുണി കഴുകിയാണ്ട് ഇടുക എന്നല്ലാതെ അത് പിന്നെ
എവിടെ വിരിച്ചിടുക അതിനൊന്നും സ്ഥലമല്ല. അപ്പം പിന്നെ അതൊക്കെ കുറച്ച് നേരം അവിടെ വെച്ച് ഇനി കുറച്ച് തയ്ക്കാണ്ട് അതിന് ഇരിക്കട്ടെ എഴുതിങ്ങാണ്ട് അത് തയ്ക്കണം. പിന്നെ കുറേ ഉണ്ട് തയ്ക്കാൻ പറഞ്ഞാൽ വെട്ടിയടിച്ചാനും ഉണ്ട്, മേലടിച്ചാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുമ്മേ ഇരുന്ന് കാണുന്ന വെച്ചപ്പോൾ നല്ലൊരു മഴ കേട്ടോ, നല്ല എന്തൊരു മഴ എന്നറിയാം, നല്ല മഴേനും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.